നമസ്കാരം. സ്വന്തം വീട് അലങ്കരിക്കാൻ ഇഷ്ടമില്ലാത്തതായി ആരുമില്ല. അതൊരു കല കൂടിയാണ്. അതുകൊണ്ട് തന്നെ നമുക്കിന്നൊരാളെ പരിചയപ്പെടുത്താം. 85 വർഷത്തിലേറെയായി ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ തന്റെ സാന്നിധ്യം ഉറപ്പിച്ചിരിക്കുന്ന വിധേയത്തിൽ ഗ്രൂപ്പിന്റെ ഹോം ഡെക്കർ ഡിവിഷനായ ഒർലോം വിധേയത്തിലെ അതിന്റെ തന്നെ സ്ഥാപകനായ ശ്രീ കുര്യച്ചൻ വിധേയത്തിലെ നമുക്ക് പരിചയപ്പെടാം. നമസ്കാരം സർ, എന്താണ് ഒർലോം വിധേയത്തിൽ? ഒന്ന് പരിചയപ്പെടുത്താമോ? നമ്മൾ ഓൾമോസ്റ്റ് 10 വർഷമായി ഇൻഡസ്ട്രിയിൽ ഒർലോൺ എന്ന ബ്രാൻഡിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഏകദേശം നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മൾ കോംപ്ലിമെൻ്ററി ഗുഡ്സ്, പിന്നെ ഹോസ്പിറ്റൽ ഗുഡ്സ്, ഹോട്ടൽസ്, അതായിരുന്നു മെയിൻലി നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷം നമ്മൾ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഏരിയയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരു വൈഡ് ലൈക്ക് നമ്മുടെ ഓൺ പ്രൊഡക്ഷനിൽ ചെയ്യണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് നമ്മൾ മാർക്കറ്റ് സ്റ്റഡി എല്ലാം നടത്തിയതിൻ്റെ ഇതിലാണ് നമ്മൾ ഹോം ഡെക്കോർ ഐറ്റംസിലേക്ക് നമ്മൾ വന്നത്. നീണ്ട ഏകദേശം തുടങ്ങിയതിന് ശേഷം ഒരു 3-4 വർഷമായിട്ടുള്ള നമ്മൾ പ്രൊഡക്റ്റ് ലൈനപ്പ് സെറ്റ് ചെയ്ത് വന്നിട്ട്, ബട്ട് അതിൻ്റെ പുറകിൽ നമ്മൾ ഇത്രയും വർഷം എടുത്ത് ഇത്രയും പ്രൊഡക്റ്റ് എത്തിക്കാനും ഇതിനു വേണ്ടി എല്ലാം നമ്മുടെ ഓൺ പ്രൊഡക്റ്റുകളാണ്. ഒന്നും നമ്മൾ വാങ്ങിച്ചു വെക്കാനായിട്ട് ഐറ്റമുകളൊന്നുമില്ല. ഫ്രം ദ ഫാബ്രിക് ടു ലാസ്റ്റ് ഫിനിഷ്ഡ് പ്രൊഡക്റ്റിലേക്ക് വരെ നമ്മുടെ ഓൺ ഐറ്റമാണ് ചെയ്യുന്നത്. ഓക്കെ, എന്താണ് പെടുന്ന ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ നിന്ന് ഈ ഒരു ഹോം ഡെക്കറിലേക്ക് വരാനുള്ള ഒരു ഐഡിയ എന്തായിരുന്നു? ഈ ബൊട്ടീക്ക് എന്നൊരു കൺസെപ്റ്റിൽ എല്ലാവരും ഡ്രസ്സസ്, അതായത് കിഡ്സിൻ്റെ ഐറ്റംസ്, കിഡ്സിൻ്റെ അതേപോലെ സാരീസ്, അതൊക്കെ അതൊരു ട്രെൻഡായി മാറി. അതിനോടും പാരലായിട്ട് ഹോം ഡെക്കോർ ഐറ്റംസിൽ അങ്ങനെ ഒരു ട്രെൻഡ് നമുക്ക് വളർത്തിയെടുത്താൽ എന്താണെന്നുള്ളൊരു ആലോചനയിൽ നിന്നാണ് ഇത്രയും പ്രൊഡക്റ്റ് ലൈനപ്പ് നമുക്ക് റെഡിയാക്കിയാൽ മതി. നമ്മുടെ കസ്റ്റമേഴ്സ് റീറ്റെയിൽ കസ്റ്റമേഴ്സ് ആണോ? നിങ്ങൾ തന്നെ ഓൺലൈൻ സെയിൽസ് ചെയ്യുന്നുണ്ടോ? എക്സിബിഷൻസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? മെയിൻലി ഹോൾസെയിൽ മാത്രമേ ഉള്ളൂ നമ്മൾ ചെയ്യുന്നത്. നമ്മൾ റീറ്റെയിൽ എന്നൊരു കൺസെപ്റ്റിലേക്ക് നമ്മളില്ല. നമ്മൾ ബാക്കപ്പ് ചെയ്ത് ഫുൾ ഹോൾസെയിൽ ചെയ്ത് ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിൽ ടെക്സ്റ്റൈലും ബൊട്ടീക്സ്, അതേപോലെ എക്സിബിഷൻസ് ചെയ്യണ ഒത്തിരി യങ് വുമൺ എൻ്റർപ്രനേഴ്സ് ഉണ്ട് ഇഷ്ടംമാതിരി. അതേപോലെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർ അത് എങ്ങനെ ചെയ്യും ഇൻവെസ്റ്റ്മെൻറ്റിനെ ആലോചിച്ച്. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ടാർഗറ്റ് ചെയ്യണത് ഷോപ്പുകളും ബൊട്ടീക്സും ആണെങ്കിലും നമ്മൾ വീട്ടമ്മ ഇങ്ങനെയുള്ള ഒരു ബാക്കപ്പ് കൊടുത്ത് അവരെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാനായിട്ട് നമ്മൾ അവരെ നോക്കണം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രൊഡക്ഷനും സ്റ്റിച്ചിങ്ങും എല്ലാം നമ്മൾ കേരളത്തിൽ തന്നെയാണോ അതോ എങ്ങനെയായിരുന്നു? നമ്മളൊന്നും കേരളത്തിൽ ചെയ്യണില്ല. വേറെ ഒന്നുമല്ല, കുറച്ച് പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടും എന്നതുകൊണ്ട് തന്നെയാണ് നമ്മളത് അങ്ങനെ വേണ്ടെന്ന് വെച്ചത്. ഫാബ്രിക് ടു ഫോർ ദ എൻഡിൽ എന്താ പറയുക, പ്രൊഡക്റ്റിൻ്റെ ഒരു ഫിനിഷ്ഡ് പ്രൊഡക്റ്റിലേക്ക് വരും നമ്മൾ ചെയ്യണത് എല്ലാം അക്യൂർ ചെയ്യണമെങ്കിലും മുഴുവൻ ഔട്ട് ഓഫ് സ്റ്റേറ്റ് ആണ്. നമ്മുടെ തന്നെ യൂണിറ്റിൽ നമ്മൾ തന്നെ അവിടെ യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ സ്റ്റിച്ചിങ്ങിന് ഒരു യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫുൾ ഒരു സർക്കിൾ പോലെ ഫ്രം ദ ഫാബ്രിക് പർച്ചേസ് മുതൽ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആവുന്നത് വരെ ആ സർക്കിളിൽ കഴിഞ്ഞ് ഇവിടേക്ക് നമ്മൾ കൊണ്ടുവരണമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇത്രയും കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് നിങ്ങൾക്ക്? തീർച്ചയായിട്ടും അവിടെ ലേബേഴ്സ് വളരെ ചീപ്പാണ്. പ്ലസ് നമുക്ക് എല്ലാം ഒരൊറ്റ കുടക്കീഴിൽ കൊണ്ടുവരാൻ മെയിൻറ്റെയിൻ ചെയ്യാനും കുറച്ചും കൂടി എളുപ്പമാണ് മൊത്തത്തിൽ. അത് നമ്മുടെ ഇവിടേക്ക് കൊണ്ടുവരുമ്പോൾ നമുക്ക് പല റീസണുകൾ കൊണ്ടും നമുക്കത് അഫോർഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മളത് ഫുൾ അവിടെ തന്നെ ആക്കി. ഈ പ്രൊഡക്ട്സ് എല്ലാം ഈ പറഞ്ഞ പോലെ പ്രൊഡക്ഷൻ യൂണിറ്റിൽ നിന്ന് വരുന്നതാണോ, അല്ലെങ്കിൽ വേറെ എവിടെന്നെങ്കിലും നിങ്ങൾ അക്യൂർ ചെയ്ത് വെക്കുന്നുണ്ടോ? നമ്മൾ വേറൊരു പ്രൊഡക്റ്റ് നമ്മൾ ആദ്യം ചെയ്യണില്ല. എല്ലാം നമ്മൾ ഓൺ പ്രൊഡക്റ്റുകൾ മാത്രമേ നമ്മൾ ചെയ്യണുള്ളൂ. ഓക്കെ, അപ്പോൾ കേരളത്തിലേക്ക് മാത്രമാണോ ഡെലിവറി പറയുന്നത്? നമ്മൾ ഓൾ ഇന്ത്യ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇന്ന സ്ഥലങ്ങളൊന്നും ഒന്നുമില്ല, നമ്മൾ ഓൾ ഇന്ത്യ നമ്മൾ ചെയ്യണം. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ എന്തെങ്കിലും ഒരു ഫർദർ പ്ലാൻസിലേക്ക് നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ? നമ്മൾ അങ്ങനെ ദൈവം കഴിച്ച് നമ്മൾ ഉദ്ദേശിക്കണത് എന്താ വെച്ചാൽ, ഇപ്പം അത് ഒരു കസ്റ്റമൈസേഷൻ എന്നുള്ള ഇതാണ് നമ്മളിത് വെക്കണത്. ഇപ്പം റീറ്റെയിലെല്ലാം നമ്മൾ കസ്റ്റമൈസേഷൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരു ഹോൾസെയിലിൽ നമ്മൾ കസ്റ്റമൈസേഷൻ എന്നൊരു കൺസെപ്റ്റും കൂടി ഇതിനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ട്രാൻസ്പോർട്ടേഷൻ എല്ലാം സെറ്റാണ്. അവരുടെ കസ്റ്റമേഴ്സിൻ്റെ, അതായത് സപ്ലൈ ചെയ്യണവരുടെ കസ്റ്റം ഓർഡേഴ്സ് എടുത്ത് നമ്മൾ ടൈം ബൗണ്ടിൽ ഡെലിവറി കൊടുക്കുന്ന രീതിയിൽ
നമ്മളത് ചെയ്തു കൊടുക്കാൻ ഒരു ഒരു എന്താ പറയുക ഒരു നമ്മളൊരു റീറ്റെയിലിൽ ചെന്ന് നമ്മൾ കസ്റ്റമൈസ്ഡ് ഒരു ടോപ്പ് പിള്ളേരെ കിഡ്സിൻ്റെ ഉടുപ്പ് എന്ന് പറഞ്ഞ പോലെ തന്നെ അത് ഒരു ഹോൾസെയിൽ കൺസെപ്റ്റിലേക്ക് നമ്മളത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അത് ഒരു എന്നാണ് വലിയ താമസം ഉണ്ടാവില്ലാണ്ട് നമ്മളത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കും. ഒരു കസ്റ്റമർക്ക് എങ്ങനെ നിങ്ങളിലേക്ക് എങ്ങനെയാണ് റീച്ച് ഔട്ട് ചെയ്യുന്നത്? നമുക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ഉണ്ട്, അതുകൂടാണ്ട് ഒരു മാർക്കറ്റിംഗ് ടീമുണ്ട്. പിന്നെ നിങ്ങൾക്ക് അതും നമ്മളിപ്പോൾ എല്ലാവരും നെറ്റ് യൂസ് ചെയ്യണവരാണല്ലോ. ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ തന്നെ നമ്മുടെ ബ്രാൻഡ് അവൈലബിൾ ആണ്. ഡയറക്റ്റ് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ആ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും അവർ ഹെൽപ്പ് ചെയ്യണമായിരിക്കും. ഓക്കെ. പിന്നെ ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കോ അങ്ങനെ എന്തെങ്കിലും? എല്ലാത്തിലും നമ്മൾ ആക്റ്റീവ് ആയിക്കൊണ്ടിരിക്കുന്നത്. സാർ ഇപ്പോൾ പറഞ്ഞല്ലോ കേരളം മാത്രമല്ല ഓൾ ഇന്ത്യ ചെയ്യുന്നുണ്ടെന്ന്. ഇനി അതല്ലാതെ എന്തെങ്കിലും ഇന്റർനാഷണൽ പ്ലാൻസ് ഉണ്ടോ? നമ്മളൊരു സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓൾറെഡി വി ഹാവ് എ ലൈസൻസ് എവറിത്തിങ്. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് എങ്ങനെ ഇതിനെ വർക്കൗട്ട് ചെയ്ത് എടുക്കണം എന്നുള്ളതാണ്. പുറത്തുനിന്നുള്ള ഓർഡേഴ്സ് നമ്മൾ സ്വീകരിക്കുന്നുണ്ട്, അതിപ്പോൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമ്മളത് പ്ലാൻ ചെയ്ത് ചെയ്യണതാണ്. ഇന്റർനാഷണൽ ലെവലിൽ ഓൾ വേൾഡ് നമ്മളത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. സാർ ഇപ്പോൾ സാറിന്റെ ഫാമിലിയോ ആരെങ്കിലും ഇതിന് പുറകെ ഉണ്ടോ സപ്പോർട്ട് ചെയ്യാനായിട്ടോ? വൈഫുണ്ട്. വൈഫാണ് സെയിൽസ് ടീമിനെ ഹാൻഡിൽ ചെയ്യണേ. നമുക്കൊരു സപ്പോർട്ട് കോൾ ടീമും ഉണ്ട്. അപ്പോൾ അവരാണത് ഫുൾ കസ്റ്റമറിനെ ഡീൽ ചെയ്യണത്. ഓക്കെ. അപ്പോൾ ഇതാണ് ഒർലോൺ വിധേയത്തിൽ. നമ്മൾ കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. എപ്പോൾ വേണമെങ്കിലും നിങ്ങൾ വിളിച്ചാൽ ഇവർ കോൾ എടുത്ത് അറ്റൻഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ സാർ പറഞ്ഞ പോലെ ഇനിയുള്ള പ്ലാൻസും കാര്യങ്ങളെല്ലാം അതേപോലെ തന്നെ വളരെ ഭംഗിയായിട്ട് നടക്കട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സർ.